ടാറ്റ കൂട്ടത്തിന്റെ വിദേശ ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തായിരിക്കുകയാണ്. ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായി ലണ്ടനിലും CJP അനുകൂല പ്രകടനം നടത്തി. പ്രകടനത്തിൽ പങ്കെടുത്ത ഗ്രേറ്റ തുൻബർഗും ഭാരത വിരുദ്ധ ടൂൾ കിറ്റിന്റെ അണിയറക്കാർ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ലക്ഷ്യമിട്ടത് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനെന്നും വിവരം. ആദർശാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ആദർശ, എന്തായാലും കൃത്യമായ നീക്കങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നു. വിദേശത്ത് നിന്നുള്ള ശക്തികളുടെ സഹായം എത്തിയിട്ടുണ്ട്. അത് ഫണ്ട് വഴി മാത്രമല്ല, ഇപ്പോൾ പ്രകടനത്തിന്റെ രൂപത്തിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയല്ലേ നമുക്കിപ്പോൾ ലഭ്യമായത്? ആര്യ, തീർച്ചയായും ലണ്ടനിലാണ് CJP അനുകൂല പ്രകടനം നടന്നത്. ഈ പ്രകടനത്തിലാണ് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബർഗ് പങ്കെടുത്തത്. ഇതിൽ നിന്ന് തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദേശ ബന്ധം വ്യക്തമാവുകയാണ്. മാത്രമല്ല, ടൂൾ കിറ്റ് രൂപത്തിലും വിദേശ ഫണ്ടിങ്ങുമായും ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സഹായം, ഒപ്പം തന്നെ മറ്റ് ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള സഹായം ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറിയതാണ് നേരത്തെ തന്നെ നമുക്കറിയാം BBC അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഈ സമരത്തോട് കാട്ടിയ അമിതമായിട്ടുള്ള താല്പര്യം. ചില വിദേശ മാധ്യമ പ്രവർത്തകർ ഡൽഹിയിലടക്കം എത്തുകയും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം കവർ ചെയ്യുന്നതിന് വലിയ താല്പര്യം കാട്ടുകയും ചെയ്തിരുന്നു. അവരൊക്കെ ലക്ഷ്യമിട്ടത് ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ നടന്നതുപോലെയുള്ള ഒരു ജൻസി കലാപം, ആ കലാപത്തിലൂടെ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നതായിരുന്നു. ആ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ രഹസ്യ വിദേശ സന്ദർശനമാണ്. ഈ രഹസ്യ വിദേശ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗികമായി അദ്ദേഹം ഏത് രാജ്യത്താണ് പോയതെന്ന് ഇതുവരെയും പറയുന്നതിന് കോൺഗ്രസ് നേതൃത്വം പോലും തയ്യാറായിട്ടില്ല. എന്നാൽ വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ രാഹുൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്നുകൊണ്ട് സമരം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതൊക്കെ നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്ന ഇത്തരത്തിലുള്ള ജൻസി സമരങ്ങൾ, ആ ജൻസി സമരങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ വിദേശ സാമ്പത്തിക ഇടപാടുകളും ഇത്തരത്തിലുള്ള ടൂൾ കിറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗ്രേറ്റ തുൻബർഗിനെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ ഈ സമരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദേശ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിന്റെ നിഴലിലേക്ക് നീങ്ങുന്നു. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടി ആകട്ടെ ഈ ടൂൾ കിറ്റുകളിലോ വിദേശ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇതുവരെയും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നമുക്കറിയാം അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് എത്തുകയും അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള സമൂഹ മാധ്യമ പ്രചാരണത്തിന് തുടക്കമിടുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള വിദേശ ശക്തികളുമായിട്ടുള്ള ബന്ധം അത് തന്നെയാണ് മറനീക്കി പുറത്തു വരുന്നത്. ആര്യ, യെസ്, വ്യക്തമാണ്. ആദർശാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.